ഹലോ മക്കൾസ്, നമ്മുടെ നീറ്റ് 2022 എക്സാമിനേഷന് ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ് ചാപ്റ്റർ ചോദിച്ച ക്വസ്റ്റിലേക്ക് നമുക്ക് പോയാലോ? എന്താണ് ക്വസ്റ്റ്യൻ? ഗിവൺ ബിലോ ആർ ടു സ്റ്റേറ്റ്മെന്റ്. സോ സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻ ആണ്. സോ എന്താണ് സ്റ്റേറ്റ്മെന്റ് 1? ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ഈസ് എ കണ്ടീഷൻ വെർ ബോഡി ഡിഫൻസ് മെക്കാനിസം റെക്കഗ്നൈസസ് ഇറ്റ്സ് സൗണ്ട് സെൽസ് ആസ് ഫോറിൻ ബോഡീസ്. നമുക്കറിയാം സെൽ അറ്റാക്ക് മൂലമാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ അല്ലെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് നമ്മൾ പറയുന്നത്. അതായത് നമ്മുടെ ശരീരത്തിലുള്ള സെല്ല് തമ്മിൽ അടി കൂടിയിട്ട് വെറുതെ അസുഖം ഉണ്ടാവുക. സാധാരണ കേസിൽ പുറത്തുനിന്ന് വരുന്ന ആൾക്കാരെ അല്ലേടാ ഫോറിൻ ബോഡീസിനെ നമ്മളെ ബോഡി അറ്റാക്ക് ചെയ്യല്. ഇത് സെൽഫ് സെല്ലിനെ ഫോറിൻ ബോഡീസ് ആയിട്ട് കണ്ടുകൊണ്ട് അവർ അറ്റാക്ക് ചെയ്യാണ്. അതിനെയാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് വിളിക്കുന്നത്. കറക്റ്റ് ആണ്. ഇറ്റ് ഈസ് മെയിൻലി ഡ്യൂ ടു സെൽ അറ്റാക്ക് ആണ്. സോ ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് അല്ലേടാ? എന്താണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരിക്കുന്നത്? ഞാൻ സ്റ്റേറ്റ്മെന്റ് 1 ആദ്യം കൊടുത്തിട്ടത്. ഓക്കെ, ദാറ്റ് ഈസ് സ്റ്റേറ്റ്മെന്റ് 1 എന്താണ്? കറക്റ്റ് ആണ്. എന്താണ് സ്റ്റേറ്റ്മെന്റ് 2? റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഈസ് എ കണ്ടീഷൻ വെർ ബോഡി ഡസ് നോട്ട് അറ്റാക്ക് സെൽഫ്. എടാ, റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് വെച്ചാൽ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറിന്റെ എക്സാമ്പിൾ ആണ്. അതുപോലെ ടൈപ്പ് 1 ഡയബറ്റീസ് മെലൈറ്റസ് പറയാം, വിറ്റിലിഗോ വെള്ളപ്പാണ്ടിന്റെ അസുഖം പറയാം, സോറിയാസിസ് പറയാം, സിസ്റ്റമിക് ലൂപ്പസ് എരിത്തമെറ്റോസിസ് പറയാം, നമ്മൾ ലോക്കോമോഷനിൽ പഠിക്കുന്ന മയാസ്റ്റീനിയ ഗ്രാവിസ് പറയാം, സിസ്റ്റമിക് സ്ക്ലെറോസിസ് പറയാം, ഇത് ലൈക്കൻ പ്ലാനസ് പറയാം. പറഞ്ഞാൽ തീരില്ല, ഇതൊക്കെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആണ്, സെൽ അറ്റാക്ക് മൂലം വരുന്നതാണ്. സോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഡസ് നോട്ട് അറ്റാക്ക് എന്ന് പറയുമ്പോൾ അത് തെറ്റല്ലേ? ബിക്കോസ് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആണ്. സോ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റായിട്ട് നമുക്ക് പറയാൻ പറ്റും. സോ സ്റ്റേറ്റ്മെന്റ് 1 ഈസ് കറക്റ്റ്, ബട്ട് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ഇൻകറക്റ്റ്. അപ്പൊ ഏതാണ് ഓപ്ഷൻ വരുന്നത്? ദാറ്റ് ഈസ് ഓപ്ഷൻ 4 ഈസ് ദ റൈറ്റ് ആൻസർ. സോ നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യനുമായിട്ട് കാണാം. ഓക്കെ, ബൈ.